ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നേരത്തെ നമ്മൾ പത്തുമണി ചെടിയുടെ രണ്ട് സ്റ്റെമ്മുകൾ തമ്മിൽ ചേർത്തിട്ട്, രണ്ട് കളർ പത്തുമണി ചെടിയുടെ സ്റ്റെമ്മുകൾ തമ്മിൽ ചേർത്തിട്ട് പുതിയ കളർ പത്തുമണി ചെടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നും അതുപോലൊരു വീഡിയോ ആണ്. പക്ഷേ ഇന്ന് ഹാൻഡ് പോളിനേഷനിലൂടെ എങ്ങനെ പുതിയ കളർ പത്തുമണി ചെടി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ രണ്ട് കളർ പത്തുമണി ചെടി അടുത്ത് നിൽക്കുന്നതാണ് നല്ലത്. ഇതുപോലെ തമ്മിൽ ഒന്ന് ഉരസി കൊടുക്കുക. ഇനി തമ്മിൽ ഇതുപോലെ അടുത്തല്ല നിൽക്കുന്നതെന്നുണ്ടെങ്കിലും വഴിയുണ്ട് കേട്ടോ. ബഡ്സാണ് നല്ലത്. ബഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഒരു പൂവിൻ്റെ ഇതിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പല കളറുകൾ തമ്മിൽ നമുക്ക് 2-3 കളറ് ഒക്കെ ചേർത്ത് നമുക്ക് എത്ര കളർ വേണേലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇത് കൂട്ടത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് പിന്നെ അത് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയുള്ള അതിൻ്റെ ഭാഗം കാണും. അതെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഞെക്കുമ്പോൾ ഇതിൻ്റെ സീഡ്സ് വരും. ഈ സീഡ്സ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഇത് വിതറി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പത്തുമണി ചെടിക്ക് ഈ കളറായിരിക്കും. അപ്പോൾ നേരത്തെ ചില വീഡിയോസിൽ നിങ്ങൾ കുറച്ച് പേരുടെ കമൻറ്റൊക്കെ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് അധികം വെച്ച് നീട്ടാതെ മാക്സിമം ചുരുക്കി 2 മിനിറ്റിനുള്ളിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തത്. ഇനി അടുത്ത വീഡിയോകളിലും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ് ഞാൻ നേരത്തെ ബഡ് ചെയ്ത് സ്റ്റെമ്മുകൾ തമ്മിൽ ചേർത്ത് ഉണ്ടാക്കിയെടുത്തത്. ഇതാണ് ഹാൻഡ് പോളിനേഷൻ വഴി ഉണ്ടാക്കിയെടുത്തത്. ഈ 2 പൂക്കൾ തമ്മിൽ ചേർത്താണ് ഹാൻഡ് പോളിനേഷൻ നടത്തി അത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഗാർഡൻ റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു.